أعوذ بالله من الشيطان الرجيم فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى ثم اجتباه ربه فتاب عليه وهدى. സൂറത്ത് ത്വാഹ 120 മുതൽ 122 വരെയുള്ള ആയത്തുകളാണ്. ചെകുത്താൻ ആദമിൻ്റെ അടുത്ത് ചെന്ന് ദുർബോധനം ചെയ്തു, പ്രലോഭിപ്പിച്ചു. അവൻ പറഞ്ഞു, അല്ലയോ ആദം, ഒരിക്കലും നശിക്കാത്ത ആധിപത്യവും ശാശ്വത ജീവിതവും പ്രദാനം ചെയ്യുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. അങ്ങനെ ആദം ദമ്പതികൾ ആ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിച്ചു. ഉടനെ അവരുടെ നഗ്നത വെളിവായി. അവരാ തോട്ടത്തിലെ ഇലകൾ കൊണ്ട് അവരുടെ നഗ്നതകൾ മറക്കാൻ തുടങ്ങി. അങ്ങനെ ആദം അവൻ്റെ രക്ഷിതാവിനെ ധിക്കരിച്ചു. അതോടെ അവൻ വഴിപിഴച്ചു. പിന്നീട് അദ്ദേഹത്തെ തൻ്റെ റബ്ബ്, രക്ഷിതാവ് നന്നാക്കിയെടുത്തു. അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് മാർഗദർശനം നൽകുകയും ചെയ്തു. ആദമിന് മുമ്പാകെ പ്രണാമം അർപ്പിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ഇബ്ലീസ് അഥവാ പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. തദവസരത്തിൽ ഇബ്ലീസ് തനിക്ക് ലോകാവസാനം വരെ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനും അവരെ ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് തൻ്റെ അനുയായികളാക്കി മാറ്റുവാനുമുള്ള ഒരു അവസരം അള്ളാഹുവോട് ചോദിച്ചു, ഒരു വരം ചോദിച്ചു. അങ്ങനെ അള്ളാഹു അത് അംഗീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, നിനക്ക് ഞാൻ ആ വരം തരുന്നുണ്ട്, പക്ഷേ എൻ്റെ സജ്ജനങ്ങളായ അടിമകളെ നിനക്കൊരിക്കലും വഴിപിഴപ്പിക്കാൻ കഴിയില്ല. ആദമിനെയും ഇണയെയും സ്വർഗത്തിൽ നിന്ന് പുറത്തു ചാടിക്കണം എന്ന് പിശാച് തീരുമാനിക്കുകയാണ്. അതോടുകൂടി അതിനുള്ള വഴികൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ആദമിനോടുള്ള ഒരു കൽപ്പന പിശാചിൻ്റെ ചെവിയിലെത്തിയത്. അതായത്, സ്വർഗത്തിലെ എല്ലാ പഴങ്ങളും നിനക്ക് ഉപയോഗിക്കാം, നിനക്ക് ഭക്ഷിക്കാം, പക്ഷെ ഒരു വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കാൻ പാടില്ല. അപ്പം ഇത് അറിഞ്ഞ പിശാച് ആ മരത്തിൽ കയറി തന്നെ പിടിച്ചു. ആദമിനോടും ഭാര്യയോടും ഒരു ഗുണകാംക്ഷിയുടെ രൂപത്തിൽ ചെന്നിട്ട് ഉപദേശിക്കുകയാണ്, ആദമേ, നിന്നെയും ഭാര്യയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. നിനക്കും ഭാര്യയ്ക്കും സ്വർഗത്തിൽ ശാശ്വതമായിട്ട് വാഴുവാൻ ഞാനൊരു പോംവഴി പറഞ്ഞുതരാം. അത് നിരോധിക്കപ്പെട്ട ആ മരത്തിലെ പഴം പറിച്ച് ഭക്ഷിക്കുക എന്നതാണ്. അത് നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല. ശാശ്വതമായി സ്വർഗത്തിൽ തന്നെ നിങ്ങൾക്ക് വസിക്കാം. അപ്പം ഇത് കേൾക്കേണ്ട താമസം ആദവും ഭാര്യയും ആ മരത്തിലെ പഴങ്ങൾ പറിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. ഖുർആൻ പറഞ്ഞതുപോലെ വഅസ ആദമു റബ്ബഹു ഫഗവ, ആദം തൻ്റെ രക്ഷിതാവിനെ ധിക്കരിച്ചു, അങ്ങനെ ദുർമാർഗത്തിൽ ആവതിച്ചു. നിരോധിക്കപ്പെട്ട ആ പഴം ഭക്ഷിച്ചതിൻ്റെ ഫലമായി അവർക്ക് ആദ്യം നഷ്ടപ്പെട്ടത് സ്വർഗീയ ഉടയാടകളാണ്, വസ്ത്രങ്ങളാണ്. പിശാചിൻ്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ടതിൻ്റെ ഫലമായി അവരുടെ നഗ്നത വെളിപ്പെട്ടു. ഉടൻ തന്നെ അവർ ആ തോട്ടത്തിലെ ഇലകൾ പറിച്ചെടുത്ത് നാണം മറക്കുകയാണ്. അപ്പം ഇതോടെ അവർക്ക് പിശാചിനെ അനുസരിച്ചതിൻ്റെ ഭവിഷ്യത്തിൽ നന്നായി ബോധ്യപ്പെട്ടു. അവർ പശ്ചാത്താപ വിവശരായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബന വലംന അംഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്യാതിരിക്കുകയാണെങ്കിൽ
ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്, ഈ പ്രാർത്ഥന ഏതൊരു വിശ്വാസിയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെ ആദമും ഹവ്വയും സ്വർഗത്തിൽ കഴിച്ചുകൂട്ടിയ ആ നാളുകൾ യഥാർത്ഥത്തിൽ ഒരു പരിശീലനവും പരീക്ഷണവും കൂടിയായിരുന്നു. അതായത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് മുമ്പാകെ പിശാച് പ്രത്യക്ഷപ്പെടുമെന്നും അവരെ ദൈവിക സരണിയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് പൈശാചിക മാർഗത്തിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്യും എന്നുമുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു യഥാർത്ഥത്തിൽ ആ സംഭവങ്ങൾ. പക്ഷേ മനുഷ്യർ ആ ചരിത്ര സംഭവങ്ങളിൽ നിന്നും യാതൊരു പാഠവും പഠിക്കാതെ പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ വീണുപോവുകയാണ്.